ഓം ഗം ഗണപതേ നമ. ഓം സം സരസ്വതേ നമ. ഓം ഗും ഗുരുഭ്യോ നമ. ഹരേ കൃഷ്ണ. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. നമ്മൾ ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ അവതാര കഥകളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ വസുദേവർ യമുനാ നദി കടന്ന് നന്ദഗൃഹത്തിലേക്ക് വരികയാണ്. അപ്പോഴേക്ക് അവിടെ യശോദയ്ക്ക് ഒരു പെൺകുഞ്ഞ് ജനിച്ചിരുന്നു. അവിടുത്തെ മറ്റുള്ളവർ എല്ലാം ഗാഠനിദ്രയിലും ആയിരുന്നു. യശോദയ്ക്ക് യോഗമായാദേവിയാണ് ജനിച്ചത്. അതുകൊണ്ട് തന്നെ അവിടെ ആരും അറിഞ്ഞിട്ടില്ല. അപ്പോൾ വസുദേവർ ഭഗവാനെയും കൊണ്ട് ഉണ്ണിക്കണ്ണനെയും കൊണ്ട് നന്ദഗൃഹത്തിൽ എത്തി. അതുപോലും അവിടെ ആരും അറിഞ്ഞില്ല. ആ കുഞ്ഞ് ജനിച്ച കാര്യം പോലും അവിടെ ആരും അറിഞ്ഞിട്ടില്ല. അവിടെ ചെന്ന് വസുദേവർ ആരും അറിയാതെ തൻ്റെ കയ്യിലിരുന്ന ഉണ്ണിക്കണ്ണനെ അവിടെ കിടത്തിയിട്ട് അവിടെ ഉണ്ടായിരുന്ന പെൺകുട്ടിയെയും കൊണ്ട് തൻ്റെ ആ വീട്ടിലേക്ക്, കംസൻ ഇവരെ പൂട്ടിയിട്ട കാരാഗൃഹത്തിലേക്ക് പോകുന്നു. വസുദേവർ കാരാഗൃഹത്തിലേക്ക് കടന്നതും എല്ലാം പഴയതുപോലെ പൂട്ടിക്കിടന്നു. വസുദേവരെ കെട്ടിയിട്ട ചങ്ങലയും അതുപോലെ തന്നെ പൂട്ടിക്കിടന്നു. ആ പെൺകുട്ടിയെ, ആ മായാദേവിയെ ദേവകിയുടെ അടുത്ത് കിടത്തി. കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ പെൺകുട്ടി ഉറക്കെ കരയാൻ തുടങ്ങി. കുട്ടിയുടെ കരച്ചിൽ കേട്ടിട്ട് കംസൻ്റെ ഭൃത്യന്മാരെല്ലാം ഞെട്ടി കണ്ണു തുറന്നു. എന്നിട്ട് ദേവകി പ്രസവിച്ചു എന്ന വിവരം ഓടിപ്പോയി കംസനെ അറിയിക്കുന്നു. വിവരം അറിഞ്ഞതും കംസൻ പരിഭ്രാന്തനായി. വേഗം വന്നു. തൻ്റെ അന്തകനാണല്ലോ ജനിച്ചിരിക്കുന്നത്. അശരീരി അങ്ങനെയാണല്ലോ കേട്ടത്. ദേവിയുടെ എട്ടാമത്തെ ആൺകുട്ടി കംസനെ വധിക്കും എന്നാണല്ലോ അശരീരി കേട്ടത്. അങ്ങനെ പരിഭ്രമിച്ചുകൊണ്ട്, അതുപോലെ ഭയത്തോടും കൂടി കംസൻ ഓടി വന്നു. എന്നിട്ട് തൻ്റെ സഹോദരിയുടെ കയ്യിലിരിക്കുന്ന കുഞ്ഞിനെ നോക്കുകയാണ്. അപ്പോഴാണ് ആ കുഞ്ഞ് പെൺകുട്ടിയാണെന്ന് അറിയുന്നത്. കംസൻ അന്താളിച്ചു പോയി. അങ്ങനെ അന്തം വിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ദേവകി പറഞ്ഞു, ആൺകുട്ടിയല്ലേ കൊല്ലുമെന്ന് പറഞ്ഞത്, ഇത് പെൺകുട്ടിയാണല്ലോ, ഈ കുഞ്ഞിനെ വെറുതെ വിട്ടുകൂടെ എന്ന് ദയനീയമായി കംസനെ നോക്കുന്നു. ഈ കുഞ്ഞിനെയെങ്കിലും എനിക്ക് വളർത്താൻ തന്നുകൂടെ എന്ന്. ഈ അപേക്ഷയൊന്നും കംസൻ ചെവിക്കൊണ്ടില്ല. ആ പെൺകുട്ടിയെയും എടുത്തുകൊണ്ടുപോയി പാറയിൽ അടിക്കാനായി എടുത്തുയർത്തി. എന്നാൽ മഹാത്ഭുതമാണ് നടന്നത്. കംസന്റെ കയ്യിൽ നിന്നും ആ കുട്ടി വഴുതി മേലേക്കുയർന്നു. എന്നിട്ട് സർവാഭരണങ്ങളും അണിഞ്ഞ് 8 കൈകളിൽ ആയുധങ്ങളുമേന്തി ആകാശത്തിൽ പ്രകാശിച്ചു നിന്നു. എന്നിട്ട് യോഗമായാദേവി കംസനോട് പറഞ്ഞു, ദുഷ്ടപരാക്രമിയായ കംസ, നിന്നെ കൊല്ലാനുള്ള ആൾ വേറൊരു സ്ഥലത്ത് ജനിച്ചു കഴിഞ്ഞു എന്ന് പറഞ്ഞ് ആ ദേവി അപ്രത്യക്ഷമായി. ഭയന്നു വിറച്ച കംസൻ തൻ്റെ ഭടന്മാരോട് എവിടെയൊക്കെ ഇന്നലെ കുഞ്ഞുങ്ങൾ ജനിച്ചിട്ടുണ്ട് എന്ന് കണ്ടുപിടിക്കാൻ അയച്ചു. അങ്ങനെ എവിടെയെങ്കിലും കുഞ്ഞ് ജനിച്ചിട്ടുണ്ടെങ്കിൽ ആ കുഞ്ഞുങ്ങളെ എല്ലാം കൊന്നുകളയാൻ ആജ്ഞാപിച്ചു. ആ കൂട്ടത്തിൽ തൻ്റെ അന്തകനായ ആ കുഞ്ഞും വധിക്കപ്പെടും എന്ന വിചാരത്തിലാണ് അങ്ങനെ ആജ്ഞാപിച്ചത്. ഇന്നലെ എവിടെയൊക്കെ കുഞ്ഞുങ്ങൾ ജനിച്ചിട്ടുണ്ടോ ആ കുഞ്ഞുങ്ങളെ എല്ലാം കൊന്നുകളയാനായി കംസൻ കുറേ അസുരന്മാരെയും കുറേ ഭടന്മാരെയും അയച്ച് അവരോട് ആജ്ഞാപിച്ചു. കംസന്റെ ആജ്ഞ ശിരസാ വഹിച്ചുകൊണ്ട് ഓരോ ഭടന്മാരും അസുരന്മാരും ശിശുഹത്യ നടത്താനായിട്ട് സഞ്ചരിക്കുവാൻ തുടങ്ങി. അങ്ങനെ ഓരോ സ്ഥലങ്ങളിലും പോയി കിട്ടുന്ന കുഞ്ഞുങ്ങളെയെല്ലാം, കാണുന്ന കുഞ്ഞുങ്ങളെയെല്ലാം കൊല്ലാൻ തുടങ്ങി. ഇന്നും ഈ കാലഘട്ടത്തിലും കുഞ്ഞുങ്ങളെ കൊല്ലുന്നവരെ കാണുന്നുണ്ട്. അവരെല്ലാം ഏകദേശം ഈ കഥയിലെ അസുരന്മാരുടെ പുനർജന്മം തന്നെയാണ്, സംശയമില്ല. ദേവാംശമുള്ളവർ കുഞ്ഞുങ്ങളെ മാത്രമല്ല എല്ലാവരെയും രക്ഷിക്കാൻ ശ്രമിക്കും. അസുരാംശമുള്ളവർ എല്ലാവരെയും ദ്രോഹിക്കുവാനും നശിപ്പിക്കുവാനുമാണ് ശ്രമിക്കുക. കൃഷ്ണന്മാരും ദേവിമാരുമാണ് ജനിക്കുന്ന ഓരോ കുഞ്ഞുങ്ങളും. നമ്മുടെ ലോകത്ത് ജനിക്കുന്ന ഓരോ കുഞ്ഞുങ്ങളും കുഞ്ഞു കൃഷ്ണന്മാരും കുഞ്ഞു ദേവിമാരുമാണ്. ആ കുഞ്ഞുങ്ങൾ വളരുന്നതോടൊപ്പം അവരുടെ മനസ്സിൽ ദേവാംശം നിറയ്ക്കുന്നത് നമ്മൾ മുതിർന്നവർ ആണ്. അതുകൊണ്ട്
കുഞ്ഞുങ്ങൾക്ക് ഭഗവത് കഥകൾ പഠിപ്പിച്ചു കൊടുക്കുക. രാമനാമം, കൃഷ്ണനാമം, നാരായണനാമം ചൊല്ലി നാമജപം നടത്തുവാൻ പറഞ്ഞു കൊടുക്കുക. നാട്ടിൽ നന്മയും അഹിംസയും സ്നേഹവും ഒത്തൊരുമയും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ കഥ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഹരേ കൃഷ്ണ. സർവം കൃഷ്ണാർപ്പണമസ്തു.